ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, അവൻ ഇങ്ങോട്ട് എനിക്ക് ഇൻസ്റ്റ മെസ്സേജ് അയക്കായിരുന്നു. അതായത് ഒരു പ്ലസ് 1 എല്ലാം നോട്ട്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആർക്കും ആ ഗ്രൂപ്പ് വേണ്ട, അതായത് നോട്ട്സോ അങ്ങനത്തെ ഒരു കാര്യത്തിനും ആരും വരുന്നില്ല. അതല്ല, അവൻ്റെ ഫ്രണ്ട് എന്താ പറയുക, കുറച്ച് പിള്ളേരെങ്കിലും, അതായത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കെങ്കിലും ഫ്രീ ആയിട്ട് നോട്ട്സും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ളൊരു ഗ്രൂപ്പാണത്. അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒരു കോസ്റ്റോ ഒരു ഇതും ഇല്ല. അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പ്ലസ് 1 ആക്ക്. അപ്പോൾ ഇതിനോടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വേസ്റ്റ് ആയി പോകത്തില്ല. ഇത് എന്തായാലും ഉപകാരപ്പെടും. കാരണം തന്നെ ഷോർട്ട് നോട്ട്സും നിങ്ങൾക്ക് എന്തെങ്കിലും കെമിസ്ട്രിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്ന സമയത്തുള്ള, അതായത് ഇത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട്, അതായത് ടൈമുണ്ട്, അതായത് ടൈം ലിമിറ്റ് ഉണ്ട്. ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓൺലൈൻ ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിക്കാനും നോട്ട്സ് സെൻഡ് ചെയ്യാനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആണ് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവാണ്. നമുക്ക് ലൈവ് ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് നോട്ട്സ് ഇപ്പം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട്സാണ്. നോട്ട്സ് എന്ന് പറയുമ്പം ഇവർ തന്നെ പ്ലസ് 2 ഞാനൊരു ഗ്രൂപ്പിലെ മെമ്പറാണ്. ആ ഗ്രൂപ്പിനകത്ത് ഒരു 5-6 പേര് അതിനകത്ത് മെയിൻ ഫ്രണ്ട്, അതായത് അവൻ്റെ ഒരു കൂട്ടുകാരനാണ് അതിനകത്ത് ഓണർ, ആ ഗ്രൂപ്പിൻ്റെ ഓണർ. അപ്പം അവൻ നിങ്ങൾക്ക് ഇപ്പം കംപ്ലീറ്റ്ലി അത് ഫ്രീ ആയിട്ട് തരുമ്പോൾ അവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഫ്രീ ഓഫ് കോസ്റ്റ് ഇത്രയും ഷോർട്ട് നോട്ട്സ്, അതുപോലെ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് കാണാം. മെൻറ്റേഴ്സ് എന്ന് പറയുമ്പം ഞങ്ങൾ 3-4-5 പേര് മെൻറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ വീക്കെൻഡിൽ നിങ്ങൾക്ക് മീറ്റിങ്ങും കാര്യങ്ങളും കാണും. വീക്കെൻഡിൽ നിങ്ങൾക്ക് മീറ്റിംഗ് പോലെ ഇങ്ങനെ കാണും. സൺഡേയോ സാറ്റർഡേയോ ആ സമയം അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല പക്കാ സെറ്റായിട്ടുള്ള നോട്ട്സ് ആയിരിക്കും. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, സയൻസ് സബ്ജക്റ്റുകളെല്ലാം ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ, ബയോളജി, നിങ്ങളുടെ ഇഷ്ടം. ബയോളജി എന്തായാലും നോട്ട്സ് കാണും, കമ്പ്യൂട്ടറിനും എന്തായാലും നിങ്ങൾ അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി ടിപ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ടുള്ള കുറച്ച്, ഞാൻ മാത്രമല്ല എൻ്റെ കുറേ പേരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പൊക്കെ എല്ലാവരും ടിപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ ഗൈഡ് ചെയ്യാനൊരു ഇതുണ്ട്. ഇതൊക്കെയാണ് ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ ഞാൻ പ്രത്യേകത. ഈ ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് സുഖമായിട്ട് ഫുൾ മാർക്സ് മേടിക്കാം ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് വഴി. പിന്നെ എന്താ പറയുക, കെമിസ്ട്രി നിങ്ങൾക്ക് ഇപ്പം പഠിച്ചിട്ട് എന്താ കെമിക്കൽ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഇപ്പം ഹാലോജൻസ് അങ്ങനത്തെ കുറേ ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രോ കാർബൺസ്, പിന്നെ അങ്ങനത്തെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്ലസ് 1 കെമിക്കൽ ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ എങ്ങനെ പഠിക്കണം, അതുപോലെ ഫിസിക്സിൻ്റെ എങ്ങനെ ന്യൂമറിക്കൽസ് ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വഴി പറയുന്നുണ്ട്. പിന്നെ മാത്സ് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പറയുവാണെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ്സ്, ട്രിഗണോമെട്രി അങ്ങനത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നൊക്കെ, എങ്ങനെ നിങ്ങൾക്ക് മാർക്ക് മാക്സിമം മേടിക്കാൻ പറ്റും. അതുപോലെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റില്ല. അപ്പം അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് ഇത്തവണയും പ്ലസ് 1 പ്ലസ് 2 ഓൺ എക്സാമിന് ഇംഗ്ലീഷ് ടഫായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെ ഒരാഴ്ച മുമ്പ് പനിയും, അതിന് എക്സാമിൻ്റെ തവണയിട്ട് വരെ പനിയും ജലദോഷം അങ്ങനെ കുറേ സംഭവം വന്ന് കുറച്ച് കുറവായി. നിങ്ങൾ ഈ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതായത് എക്സാമിന് ഒരാഴ്ച മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ നിങ്ങൾ പഠിക്കണം, മാരത്തോൺസും കാര്യങ്ങളും മാത്രം കണ്ടുകൊണ്ട് പോകാൻ. ഇപ്പം പറയുകയാണെങ്കിൽ എനിക്ക് എക്സാംസ് ഒക്കെ വളരെ ടഫാകാൻ ചാൻസ് ഉണ്ട്. കാരണം പ്ലസ് 1 പ്ലസ് 2 എക്സാംസ് വളരെ ടഫാകാൻ ചാൻസ് എന്ന് പറയാൻ കാരണം ഇത് എനിക്കിപ്പോൾ ലാസ്റ്റ് സിലബസാണ്. ഈ ഒരു പുസ്തകം, ഈ NCERT എന്നുള്ള പുസ്തകത്തിനകത്തുള്ള ലാസ്റ്റ് സംഭവമാണ്. അതായത് ഇതോടെ ആ പുസ്തകം തീരുകയാണ്. ഇത് തീരുകയാണ്. ഈ വേറെ സിലബസാണ് വരാൻ NCERT. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റാണ്. ഈ പുസ്തകം ഉപയോഗിച്ച് പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്നൊരു കുട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളാണ് ലാസ്റ്റ്.
അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ടഫായിട്ടുള്ള എക്സാംസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും നിങ്ങൾക്ക് ടഫാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് +1 ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് കഴിഞ്ഞ വർഷം മാത്സ് ടഫായിരുന്നെങ്കിൽ ഈ വർഷം എന്തായാലും മേ ബി ഫിസിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഫിസിക്സിൻ്റെ പറയുവാണെങ്കിൽ NCERT എങ്ങനെ ചെയ്യണം, NCERT എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നൊക്കെ കാര്യം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എക്സാമിനൊക്കെ നിങ്ങൾക്ക് NCERT പക്ക സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എൻട്രൻസ് എക്സാംസിലേക്ക് ചെയ്യി നീറ്റ് അല്ലെങ്കിൽ കീം കൊസാറ്റ് അങ്ങനത്തെ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അത് നിങ്ങൾക്ക് NCERT ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രോങ് ആവും, നിങ്ങൾ കൺസെപ്റ്റ് നല്ലപോലെ ബിൽഡാവും. നിങ്ങൾക്ക് എന്തുമാത്രം എവിടെ നിന്ന് ഏത് ടഫ് നിങ്ങൾക്ക് പറയട്ടെ, ഇപ്പോൾ ന്യൂമറിക്കൽസിനൊക്കെ ടഫായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങളുടെ ഫിസിക്സ് എക്സാം നിങ്ങൾക്ക് മേ ബി ടഫ് ആവുകയാണെങ്കിൽ ന്യൂമറിക്കൽസ് കൂടുതൽ ഇൻക്ലൂഡഡ് ആകാം, അല്ലെങ്കിൽ കോൺസെപ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആകാം. അപ്പോൾ ഇതിനുള്ളൊരു കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ NCERT ചെയ്ത് പഠിക്കാത്തതുകൊണ്ടുള്ള തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ CBSE സ്റ്റുഡൻസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കുറച്ചുകൂടെ NCERT ബേസ്ഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. NCERTയിലേക്ക് ഫുൾ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടായിരിക്കും അവർ സാമ്പിൾ പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് ചെയ്തിട്ടായിരിക്കും അതിലും ടഫായിരിക്കും അവരുടെ ബോർഡ് എക്സാം. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ NCERT നിങ്ങൾ ഫുള്ള് സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എൻട്രൻസ് എക്സാം ആണെങ്കിൽ കീമൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഏതൊരു വീഡിയോ ഞാൻ കണ്ടാണ്, അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ NCERT ചെയ്ത് പഠിക്കുവാണെങ്കിൽ കീം എക്സാം കുറച്ചുകൂടെ എളുപ്പമാവും. കീം എക്സാം അതുപോലെ പറയാം കെമിസ്ട്രി, എസ്പെഷ്യലി കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ഇപ്പം റീഡ് ചെയ്യുവാണെങ്കിൽ കെമിസ്ട്രി NCERT റീഡ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അതിനകത്തുള്ള ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ മറ്റേ ന്യൂമറിക്കൽസിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റേ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആയിട്ടൊക്കെ കുറേ ന്യൂമറിക്കൽസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ ഏതൊക്കെയാണെങ്കിൽ മറന്നുപോയി ചാപ്റ്ററിനൊക്കെ വിടും. ഇക്വിബിലിറ്റിനകത്തൊക്കെ ചോദിക്കാം, റിയാക്ഷൻ തന്നിട്ട് അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ എന്തൊക്കെയോ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തിട്ട് എൻ്റെ നമ്പർ അതിനകത്ത് കാണും, അതിനകത്ത് ടെലഗ്രാം മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ഓണറായിട്ടുള്ള അല്ലെങ്കിൽ അക്ഷയ് മോഹൻ എന്നാണ് എൻ്റെ ഫ്രണ്ടാണ്, അവനാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അവിടെ ഇത് അക്കാഡമിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അത് നല്ല നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. കാരണം NCERT ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കാണിക്കണം, NCERT എങ്ങനെ പഠിക്കണം, NCERT എങ്ങനെ റീഡ് എന്താ പറയുക നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. NCERT ഫിസിക്സ് കെമിസ്ട്രി ആണ് ഞാൻ മെയിനായിട്ട് നോക്കേണ്ടത്. ബയോളജിക്കാരൻ എന്താണ് NCERT വെച്ചായിരിക്കും പഠിക്കുന്നത്. ബയോളജി എനിക്ക് അറിയില്ല, ഞാൻ ബയോളജി അല്ല, ഞാൻ പറയാം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസിനകത്ത് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ. പ്രോഗ്രാംസ് അങ്ങനെ അധികം വരുന്നില്ല. തിയറി എങ്ങനെ ടാക്കിൾ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ലാംഗ്വേജ് സബ്ജക്റ്റ് എങ്ങനെ ഏത് സമയത്ത് പഠിക്കണം, ലാംഗ്വേജ് എസ്പെഷ്യലി ഇംഗ്ലീഷ് എങ്ങനെ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാം. എനിക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാമെന്ന് എനിക്ക് A+ കിട്ടത്ത പോലും ഇല്ലായിരുന്നു. A+ കിട്ടിയില്ല എനിക്ക്. A+ എന്താ B+ അങ്ങോട്ടാണ് ഇംഗ്ലീഷാണ് ഏറ്റവും സ്കോർ എനിക്ക് ഏറ്റവും കുറവ് +1. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നൊക്കെ ഞാനല്ല പറയാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് A+ അല്ലെങ്കിൽ ഫുൾ മാർക്സ് മേടിച്ച് അതിനകത്ത് ആരെങ്കിലും ഒരാൾ കാണുമ്പോൾ അവൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ ഇംഗ്ലീഷ് ടാക്കിൾ ചെയ്യണം. എത്ര thesis ഇല്ലാത്ത ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ കയറി, അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ സുഖമായിട്ട് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. വേറെ 520 കാണാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പം എൻട്രൻസ് എക്സാംസിലേക്ക് കീം അങ്ങനത്തെ കുറേ എൻട്രൻസ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. NCERT ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തായാലും ഗുണം ചെയ്യും. മാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ NCERT ഫുൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലാസ്റ്റ് ടൈമിൽ ചെയ്യാവുള്ളൂ. അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നിങ്ങൾ റെഫർ ചെയ്ത് പോകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ അത് എനിക്ക് ഈ പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് NCERT ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഇന്ന് പ്രശ്നം. അല്ലെ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, പിന്നെന്താ റിലേഷൻസ് ആർ ഫങ്ഷൻസ് വരെ റിലേഷൻസ് ആർ ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനായിട്ടുള്ള ഗുണം എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എക്സാമിൻ്റെ സമയത്ത് തോന്നി. റിലേഷൻ ഫങ്ഷൻസ് കുറച്ച് ടഫായിട്ട് തോന്നി. അത് NCERT ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ സ്ട്രോങ് ആവും. അതാണ് പറഞ്ഞത്. അത് NCERT ഫുള്ള് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഇതാവും. ഇപ്പോൾ ഗൈസ് ഇത്രയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എക്സാംസ് സുഖമായിട്ട് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കണം,
എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഫുൾ ഗൈഡൻസും കാര്യങ്ങളും മെൻറ്റർഷിപ്പ് അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. ഫ്രീ ആണ് ഫുള്ള് ഫ്രീ ആണ്. അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് പറ്റും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ചേഞ്ച് നിങ്ങൾക്ക് കാണാനും പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റഡീസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ പഠിക്കണമെന്നൊന്നും അറിയില്ല, പ്ലസ് വൺ നിങ്ങൾക്ക് സ്റ്റക്കാണ്, നിങ്ങൾക്ക് ഓൺലൈൻ കുളമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി. അതുപോലെ നിങ്ങൾക്ക് പ്ലസ് വൺ സമയത്ത് നിങ്ങൾക്ക് മോഡൽ എക്സാമോ പബ്ലിക് എക്സാമോ അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. പ്ലസ് ടു വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യും. ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന അത്രയും സ്ട്രഗിൾ പോലെ നിങ്ങൾ ചെയ്യരുതെന്നൊരു കരുതിയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഗ്രൂപ്പിൽ കയറിയിട്ട് ഒരുപാട് പഠിത്തരോ അങ്ങനത്തെ സംഭവമൊന്നും കാണിക്കരുത്. എന്താ പറയുക, നിങ്ങൾക്കൊരു ലിമിറ്റഡ് ടൈം കാണും. അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ടൈം, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 hour രാത്രി, അല്ലെങ്കിൽ ഡൗട്ട്സോ ക്ലിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചാറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ പറ്റും. അത് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ മാത്രം. പിന്നെ എന്താ പറയുക, പിന്നെ വീക്കെൻഡിൽ നിങ്ങൾക്ക് ലൈവ് സെഷൻ മീൻസ് മീറ്റിംഗ് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാനേ പറയത്തുള്ളൂ. കംപ്ലീറ്റ്ലി പ്ലസ് വണ്ണാണ്. പ്ലസ് ടു ഞങ്ങൾ തുടങ്ങുന്നില്ല ഇപ്പം, കാരണം ഞങ്ങൾ പ്ലസ് ടു ആണ്. അതുകൊണ്ട് ഇപ്പം പ്ലസ് വൺ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലസ് വൺ ടോപ്പറാകാം. ഇതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും, ഉറപ്പാണ്. എനിക്ക് ഡെഫിനറ്റ്ലി ഉറപ്പാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും ഗൈസ്. അടുത്ത